പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചുറപ്പേനിക്കേകിയ മണിമുത്തേ കൽവിൻ്റെ കണ്ണീ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചുറപ്പേനിക്കേകിയ മലർമൊട്ടേ കൽവിൻ്റെ കണ്ണീ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കൽവിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. ഞാൻ ലൈല, ബേബി എന്ന് എല്ലാവരും വിളിക്കും. KP മമ്മിയുടെയും റസീന ടീച്ചറുടെയും മൂത്ത മകള്, 3 മക്കളാണ് ഞങ്ങള്. അതില് മൂത്ത ആള് ഞാന്, രണ്ടാമത് സഹോദരി ബീന, ഏറ്റവും ഇളയാള് ഫിറോസ് ബാബു. ഞങ്ങളെ കുടുംബം ഒരു സംഗീത കുടുംബമായിരുന്നു. ജനിച്ച മുതലേ ഞങ്ങള് സംഗീതം കേട്ടാണ് വളർന്നത്. ഉപ്പയും ഉമ്മയും ഞങ്ങളെ, അവർ രണ്ടുപേരും ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ സംഗീതം അറിയപ്പെടുന്ന ഉസ്താദുമാരെ കൊണ്ട് അഭ്യസിപ്പിച്ചു. അവരാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചും ഞങ്ങളെ വളർത്തി കൊണ്ടുവന്നു. ഞങ്ങളെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഉപ്പ മരണപ്പെട്ടു. അടുത്തത് ഇത് ഹാർമോണിയത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി സലീം തിരൂര് എന്നറിയപ്പെടുന്ന KP സലീം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസൽ കന്മനം. തിരൂരിൻ്റെ സംഗീതത്തിൽ എന്നല്ല അക്കാലത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ബേബി ഓർക്കസ്ട്ര അരങ്ങേറ്റം കുറിക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ അരങ്ങേറ്റം കുറിച്ച ബേബി ഓർക്കസ്ട്രയുടെ നാമകരണം ബേബി ഫിറോസ് ബാബുക്കയുടെ സഹോദരിയായിരുന്നു. അവർ ആ പഴയ ഓർമ്മകളെ കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയാണ്. ബേബീസ് ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ കുട്ടികളെ ഓർക്കസ്ട്ര എന്നും വേണമെങ്കിൽ പറയാം. ഇനി എന്നെ ഉദ്ദേശിച്ചാണോ ബേബീസ് ഓർക്കസ്ട്ര എന്ന് ഇട്ടത് എന്നറിയില്ല. എന്നെ ബേബി എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉപ്പയാണ് ഇതിന്റെ തുടക്കക്കാരൻ. കാരണം ഉപ്പാരെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇത്. അങ്ങനെ 970 കുറെ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇപ്പാന്റെ ഒരു ആഗ്രഹം 973 ഒരു തിരുവോണ നാളിലാണ് തുഞ്ചൻ പറമ്പിൽ അരങ്ങേറിയത്. അവിടെ 10 വയസ്സിന് താഴെയുള്ള ഞാനടങ്ങിയ ഞങ്ങൾ 3 പേരും, പിന്നെ തിരൂർ ഷാബായിയുടെ 2 മക്കള്, വിൻസെന്റ് മാസ്റ്ററുടെ 2 മക്കള്, ഇങ്ങനെ എല്ലാരും കൂടി അടങ്ങിയതായിരുന്നു ബേബീസ് ഓർക്കസ്ട്ര. ആ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ്. കാരണം അവനന്ന് പാടിയിരുന്നത് സ്വയംവര ചന്ദ്രികേ സ്വയംവര ചന്ദ്രികേ സ്വപ്നഗായികേ, അത് പിന്നെ മെഷായ തോ നഹി, ഇതൊക്കെ ആയിരുന്നു അവൻ പാടിയിരുന്നത്. അവൻ സ്റ്റേജിലോട്ട് വരുമ്പോ തന്നെ കൈയടിച്ച്, അത്രയും ചെറിയ കുട്ടിയാണ്. വളരെ കൗതുകത്തോടെയാണ് ആളുകൾ പിന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് സ്റ്റേജിനെ മുഴുവൻ, ഓഡിയൻസിനെ മുഴുവൻ ഹരം പിടിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു പാടിയിരുന്നത്. അപ്പോ എന്താ പറയാ, അപ്പോ ഇവന്റെ പാട്ട് കേട്ടിട്ട് അബ്ദുൽ ഖാദർക്കാണ് ഞങ്ങളെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. വലിയ രൂപത്തിലായിരുന്നു അന്ന് ഈ പരിപാടി പിന്നെ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. അപ്പൊ അബ്ദുൽ ഖാദർക്ക ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ വലിയ ഗായകനാവും, അത്രയും ഭാവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചത് ചെറിയൊരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിയാണ്. ഫിറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ, വർഗഭേദമില്ലാതെ ഏത് ക്ലബ്ബുകളും ഏത് ചെറിയ സംഘടനകളും അവനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം മോഹിക്കാതെ അവനാൽ കഴിയുന്ന രൂപത്തിൽ സമയം ഉണ്ടാക്കിയിട്ടായാലും അവിടേക്ക് എത്തിച്ചേർന്ന് അവന്റെ ആ പ്രസൻസ് അവിടെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. അത് പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. കടന്നു വന്ന വഴികൾ സംഗീത സമ്പന്നവും പ്രൗഢവുമായത് കൊണ്ടാകാം ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടു കൂടിയും ഫിറോസ് ഇന്നും ഈ സംഗീത സഭയെ തുടരുന്നത്. ഈ 50ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഫിറോസിന് ആരോഗ്യത്തോടുള്ള ആയുസ്സിനായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
നടക്കട്ടെ. സന്തോഷം.